ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മളെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പണം കൊടുക്കണമെന്നുള്ളത് നമ്മുടെ മുമ്പിലെ ഒരു വലിയ സത്യമാണ്. അത് കൊടുത്തേ പറ്റൂ. ആ കേസ് പോലും മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ വക്കീലന്മാർ ചോദിക്കുന്ന ഫീസ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുമില്ല. എന്തായാലും ലോനപ്പേട്ടന്റെ പണം ഉടനെ കൊടുത്തേ പറ്റൂ. തൽക്കാലം ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമില്ല. ഞാൻ നോക്കിയിട്ട് സഹായിക്കാൻ ഒരു കൈ പോലും കാണുന്നില്ല. നമുക്ക് നന്ദേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ഞാൻ അതും ആലോചിച്ചു. നന്ദനെ വിളിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും പറയേണ്ടി വന്നില്ല. അതിനു മുമ്പ് അവിടുത്തെ ബുദ്ധിമുട്ടുകൾ നന്ദൻ എന്നോട് പറഞ്ഞു. അവിടുത്തെ കാര്യങ്ങളും പ്രശ്നത്തിലാണ്. ഇപ്പോഴത്തെ ഈ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കും അറിയാലോ. അവരുടെ സിറ്റിസൺഷിപ്പ് പോലും ഇതുവരെ ശരിയായിട്ടില്ല. അതിന്റെ ഡോക്യുമെന്റ്സ് ശരിയാക്കാൻ നന്ദൻ മിക്കവാറും ഉടനെ വരുന്നുണ്ട്. ഒരു 4-5 മാസം ഇവിടെ കാണുമെന്ന് എന്നോട് പറഞ്ഞത്. സന്ദേശം വരുന്നുണ്ടോ? അതറിയില്ല. പക്ഷേ എന്താ അനുവേട്ടാ? 1 വർഷമായി നന്ദന്റെ ജോലി പോയിട്ട്. പുതിയ ജോലിയിൽ നന്ദൻ ഇതുവരെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുമില്ല. നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് പണം സംഘടിപ്പിച്ച് ഡോക്യുമെന്റ്സ് ശരിയാക്കാനാണ് നന്ദന്റെ പരിപാടി. അപ്പോ ആ പ്രതീക്ഷയും പോയില്ലേ? നാട്ടിലേക്ക് വന്നാൽ തിരിച്ചു പോകാൻ പറ്റുമെന്നുള്ള സംശയത്തിലാണ് നന്ദൻ. അങ്ങനെയുള്ളപ്പോൾ നന്ദനോട് നമ്മൾ എങ്ങനെ പണം ചോദിക്കും? വേറെന്താ ഇപ്പൊ ഒരു വഴി? ഉള്ള വഴിയെല്ലാം അടഞ്ഞു. അവനവന്റെ കാര്യം നോക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. നീ എന്താ മീര ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ സംസാരിക്കുന്നേ? എല്ലാം അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എങ്ങനെയെങ്കിലും കോടതിയിൽ കേസ് നടത്തി പോയതൊക്കെ തിരിച്ചു പിടിക്കണമായിരുന്നു. കേസിന്റെ കാര്യത്തില് എല്ലാവരും ഉറപ്പ് കാണിച്ചു തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇത് വലിയ കുഴപ്പമാവൂന്ന്. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പുതിയൊരു വക്കീലിനെ കണ്ടെത്തി കേസിന്റെ കാര്യം ഒന്നുകൂടെ നേരെയാക്കണം. അതുവരെ ലോനപ്പേട്ട ക്ഷമിക്കോ? കൊച്ചിന്റെ കല്യാണം മാറ്റിവെക്കാൻ പറ്റോ? മീരേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടണ്ട. ഇതൊക്കെ എങ്ങനെയെങ്കിലും നടക്കും. ദേ, ഈ വാക്ക സന്ദീപ പ്രശ്നം എങ്ങനെയെങ്കിലും. എല്ലാവരുടെ വിചാരം എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അങ്ങ് നടന്നോളൂന്നാ. അതിനി നടക്കില്ല. ഇത് ഞാൻ ആരോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നല്ല, എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. നമ്മളെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പണം കൊടുക്കണമെന്നുള്ളത് നമ്മുടെ മുമ്പിലെ ഒരു വലിയ സത്യമാണ്. അത് കൊടുത്തേ പറ്റൂ. നോക്കാം. കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ. എന്തായാലും എല്ലാവർക്കും ഒരുമിച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ജീവിച്ചല്ലേ പറ്റൂ. ഈ വീട് മാറ്റം ഒരു വല്ലാത്ത പുലിവാല് തന്നെയാ. പാക്കിങ്ങും അടുക്കിപ്പെറുക്കലും എല്ലാം. ഇനിയും കൊണ്ടുവരാൻ എന്തൊക്കെയോ അവിടെ ബാക്കിയുണ്ട്. അമ്മ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ നമുക്ക് കൊണ്ടുവരാം. മോളെ വേഗം കഴിക്കാം. അമ്മ ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി കുടിക്കണം.
അയ്യോ വേണ്ടേ, ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു. ഇനി ജ്യൂസൊന്നും വേണ്ട. മോൾക്ക് ഈ വീട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അച്ഛാ, ഇനി എന്ന് നമ്മൾ ഇവിടെ ആയിരിക്കും താമസിക്കുന്നത്? നോക്കാം. അവിടെയായിരുന്നപ്പോ എന്നും കൃഷ്ണന്റെ അമ്പലത്തിൽ കുളിച്ചു തൊഴാമായിരുന്നു. തൊട്ടടുത്ത അമ്പലമല്ലായിരുന്നോ? അമ്മയ്ക്ക് ഇവിടുത്തെ പൂജാമുറിയും പരിസരമൊന്നും അങ്ങോട്ട് ശരിയായില്ല അല്ലേ അമ്മേ? ആര് പറഞ്ഞു? നിങ്ങളൊക്കെ എന്താ എന്നെ കുറിച്ച് മനസ്സിലാക്കിയത്? ഇവിടെ അടുത്തൊരു അമ്പലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവിടുത്തെ പോലെ കൃഷ്ണന്റെ അമ്പലം തന്നെയാണോ അമ്മേ? അല്ല, ദേവീക്ഷേത്ര. വലിയ ശക്തിയുള്ള ക്ഷേത്രമാണെന്നാ കേട്ടത്. ഓ, അപ്പൊ അതിനിടയ്ക്ക് അതൊക്കെ അന്വേഷിച്ചു. ഓ, ആഹാരം കഴിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം. അത് മസ്റ്റാ. അത് ശരിയാ. പച്ചക്കറി കട കണ്ടില്ലെങ്കിലും അമ്മ അമ്പലം കാണാതിരിക്കില്ല. പോടാ അവിടുന്ന്. അതെ, നാളെ നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ കൂടെ അമ്പലത്തിൽ വരണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ സമയദോഷാ. അവിടെ കുളിച്ചു തൊഴുത് വഴിപാട് നടത്തി അതെല്ലാം മാറും. കുടുംബജീവിതത്തിൽ സമാധാനവും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് പോവാം അല്ലേ സമ്പ്രദേ? എന്താ ഇത്? കുറച്ചു നേരമല്ല ഈ ഇരിപ്പ് തുടങ്ങിട്ട്. നിങ്ങക്ക് ഇതെന്താ പറ്റിയേ? എടീ, നമ്മളിപ്പോ ശരിക്കും വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് പെട്ടിരിക്കുന്നത്. എന്ത് പറ്റി? നന്ദേട്ടൻ ചിലപ്പോ ഉടനെ തന്നെ വരും. 4-5 മാസത്തേക്ക് ഇവിടെ കാണുന്ന പറഞ്ഞിരിക്കുന്നേ. അത് സന്തോഷമുള്ള കാര്യമല്ലേ? അതിനാണോ ഇത്ര ആലോചിക്കുന്നേ? പിന്നെ ആലോചിക്കണ്ടേ? നന്ദേട്ടൻ വന്ന് സൂക്ഷിക്കാൻ തന്ന സ്വർണം തിരിച്ചു ചോദിച്ചാ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, അവരോട് പറയാതെയല്ലേ നമ്മൾ അതെടുത്ത് പണയം വെച്ചത്. നന്ദേട്ടനും സന്ദേശം വരുമ്പോ ആ സ്വർണം ചോദിക്കില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ലോക്കറിൽ സൂക്ഷിക്കാൻ തന്ന സ്വർണം പണയം വെച്ചെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാനത് ഓർത്തില്ല ധനുഷേ. നമ്മളിനി എന്ത് ചെയ്യും? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോ ആരോടും കടം വാങ്ങിക്കാനും പറ്റത്തില്ല. ഇപ്പോഴത്തെ അവസ്ഥയില് ഒരു മനുഷ്യനും നമുക്ക് 10 പൈസ തരില്ല. നമ്മുടെ അവസ്ഥ ഇങ്ങനായി പോയല്ലോ ധനുഷേ. നമ്മുടെ സമ്പത്തും പ്രതാപമല്ല ഇപ്പൊ അനുഭവിക്കുന്നത് മറ്റുള്ളവരാ. കൊല്ലം എത്രയായി ഈ കഷ്ടപ്പാടെല്ലാം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. കേസ് ജയിക്കാനോ ഈ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനോ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മുടെ കുടുംബത്തിന് എന്താ ധനുഷ ഇങ്ങനെയൊക്കെ പറ്റിയത്? വിധി അല്ലാതെന്താ? അനുഭവയോഗം ഇല്ലാതെ പോയി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാന്നുള്ളത് ആലോചിക്കേണ്ടത്. നമുക്ക് നന്ദേട്ടനോട് തുറന്നു പറഞ്ഞാലോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്ദേട്ടനും അറിയാവുന്നതല്ലേ? അതെങ്ങനെയാ പറയാൻ പറ്റുക? ചതിയല്ലേ നമ്മൾ അവരോട് കാണിച്ചത്.